നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിൽ അടുത്ത സൗഹൃദം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോറ്റി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച കേരളത്തിന് പുറത്തുവച്ചും നടന്നു എന്നതിന്റെ തെളിവും പുറത്തുവന്നു. ബാംഗ്ലൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നവയിലുള്ളത്. ശബരിമല സ്വർണ്ണമോഷണ കേസ് കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു ക്രിമിനൽ സംഭവം മാത്രമല്ല, അധികാര രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട നിഴൽ എത്രത്തോളം ആഴത്തിൽ മതവിശ്വാസത്തിലും നിയമവ്യവസ്ഥയിലും കയറിപ്പറ്റിയെന്ന് തുറന്നുകാട്ടിയ സംഭവം കൂടിയാണ്. കോടികളുടെ സ്വർണം കാണാതായി ഈ കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഉയർന്നപ്പോൾ അതിനേക്കാൾ ഗുരുതരമായി ഉയർന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് ഇടതു നേതാക്കളുമായുള്ള പോറ്റിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനുള്ളിൽ UDF നേതാവും കോൺഗ്രസ് MPയുമായ അടൂർ പ്രകാശുമായുള്ള അടുത്ത ബന്ധം കൂടി പുറത്തു വരുന്നതോടെ ഈ കേസ് സാധാരണ മോഷണത്തിൽ നിന്ന് പാർട്ടി ഭേദമില്ലാത്ത രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ ഉദാഹരണമായി മാറുകയാണ്. LDF ഭരണകൂടം നേതാക്കളുടെ പേരുകൾ ഉയരുന്ന കേസുകളിൽ പതിവ് പോലെ മൗനം പാലിക്കുന്നതും അന്വേഷണ ഏജൻസികൾക്ക് പരിധി നിർണ്ണയിക്കുന്നതുമാണ് കാണുന്നത്. ശബരിമല വിഷയത്തിൽ മുൻപ് വിശ്വാസികളെ വഞ്ചിച്ച ഇടതു സർക്കാർ ഈ സ്വർണ്ണമോഷണ കേസിലും അതേ വഞ്ചന തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുമ്പോൾ LDF UDF തമ്മിലുള്ള അദൃശ്യ കൂട്ടുകെട്ട് വീണ്ടും ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്നു എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. അടൂർ പ്രകാശ് എന്ന പേര് ഈ കേസുമായി ബന്ധപ്പെട്ടുയരുന്നത് യാദൃച്ഛികമല്ല. വർഷങ്ങളായി അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ നേതാവിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങൾ കോൺഗ്രസിന്റെ നൈതികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന മുദ്രാവാക്യം വെറും വാക്കുകളായി മാറുന്നിടത്താണ് ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ നേതാക്കൾ സുരക്ഷിതരാകുന്നത്. അടൂർ പ്രകാശിനെ കാണുമ്പോൾ പോറ്റിയുടെ സുഹൃത്തും സ്പോൺസറുമായ രമേശ് റാവുവും പോറ്റിക്കൊപ്പമുണ്ട്. പോറ്റിയും ഒപ്പമുള്ളവരും അടൂർ പ്രകാശിന് സമ്മാനം നൽകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിലും അടൂർ പ്രകാശ് എത്തിയിരുന്നു. സഹോദരിയുടെ വീട്ടിലെ ചടങ്ങിൽ അടൂർ പ്രകാശ് പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോറ്റിയുടെ പുളിമാത്ത തറവാട് വീട്ടിലും അടൂർ പ്രകാശ് നിത്യ സന്ദർശകനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLAയും നിലവിലെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇരുവരും ജനപ്രതിനിധികളായിരിക്കെയായിരുന്നു സന്ദർശനം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനെ ഇരുവരും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോറ്റിയുടെ കുടുംബത്തിനൊപ്പവും ഇരുവരും ദൃശ്യങ്ങൾ എടുത്തു. എന്നാൽ ചിത്രത്തെ മുൻനിർത്തി വിവരം രാജു എബ്രഹാമിനോട് ചോദിച്ച മാധ്യമങ്ങളോട് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞ മറുപടി. പക്ഷേ ചിത്രം അയച്ചു നൽകിയപ്പോൾ വീട്ടിൽ വെച്ചെടുത്ത ചിത്രമല്ല എന്നും സന്നിധാനത്ത് വെച്ച് എടുത്ത ചിത്രമാണെന്നും രാജു എബ്രഹാം പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിൽ ഒരു സുതാര്യ അന്വേഷണം നടക്കുമോ എന്ന ചോദ്യമാണ് പൊതുജനം ഉയർത്തുന്നത്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ പൂർണ്ണമായി അന്വേഷിക്കപ്പെടാതെ പോയാൽ അത് നീതിയുടെ ഖബറിടമായി മാറും. LDF സർക്കാർ അധികാരത്തിലിരുന്നു കൊണ്ട് UDF നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇരുപക്ഷങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ നാടകം എന്ന ആരോപണം ജനങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കും. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ഉയരുന്ന കേസുകളിൽ രാഷ്ട്രീയ വേട്ട എന്ന സ്ഥിരം പ്രതിരോധം ഇനി ജനങ്ങൾ സ്വീകരിക്കില്ല. കാരണം ശബരിമല പോലൊരു വിശുദ്ധ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മോഷണം രാഷ്ട്രീയ കളിയുടെ ഭാഗമാക്കുന്നത് വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. ഇടതുപക്ഷ സർക്കാർ സംരക്ഷണം നൽകുന്നില്ല എന്ന് പറയുമ്പോഴും വലതുപക്ഷം അന്വേഷണം സ്വതന്ത്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം ഒന്നാണ്: ശക്തരായ രാഷ്ട്രീയക്കാർക്ക് നിയമം കുമ്പിട്ടു നിൽക്കുന്നു. ഈ കേസിൽ സത്യം പുറത്തു വരണമെങ്കിൽ LDF UDF ഇരട്ടത്താപ്പ് അവസാനിക്കണം. രാഷ്ട്രീയ നിറം നോക്കാതെ, ബന്ധങ്ങൾ നോക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അദ്ദേഹത്തെ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ ശക്തികളുടെയും പങ്ക് തുറന്നു കാട്ടണം. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വാക്കുകളിലൂടെയല്ല, സുതാര്യമായ അന്വേഷണത്തിലൂടെയാണ് അത് സാധ്യമാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു മൂടിവെച്ച സത്യമായി ചരിത്രത്തിൽ ചേർക്കപ്പെടും. വിശ്വാസികളുടെ കണ്ണീരിന്മേൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന LDF UDF നേതൃത്വത്തിന് ജനവിധിയുടെ കഠിന ശിക്ഷയിൽ നിന്ന് രക്ഷയില്ല എന്ന് അവർ ഓർക്കണം.